നമസ്കാരം. തൃശൂർ ശങ്കരകണ്ഠ പഞ്ഞമ്മൂലയിൽ വയോധികയുടെ മരണത്തിൽ മകളും കാമുകനും അറസ്റ്റിലായത് മാല കാണാനില്ലെന്ന സംശയത്തിൽ. മകൾ സന്ധ്യ, അയൽവാസിയായ ചിറ്റിലപ്പിള്ളി വീട്ടിൽ നിതിൻ എന്നിവരെയാണ് പേരാമംഗലം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ KC രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തങ്കമണിയുടെ മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയാണ് മരണകാരണമായത്. കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംശയം തോന്നിയ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. തങ്കമണിയുടെ കഴുത്തിലെ 2 എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുള്ളതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതോടെയാണ് കൊലപാതകം തെളിഞ്ഞത്. വീടിനരികിലെ വഴിയോരത്ത് ഞായറാഴ്ച പുലർച്ചെ 5:30യോടെയാണ് ഐരിക്കുന്നത്ത് തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞതോടെയാണ് അറസ്റ്റ്. ഞായറാഴ്ച രാവിലെ തങ്കമണി ചലനമറ്റ് കിടക്കുന്ന വിവരം വീട്ടുകാരെ അറിയിച്ചത് നിതിൻ തന്നെയാണ്. തങ്കമണിയുടെ ഏക മകളാണ് സന്ധ്യ. നിതിൻ അവിവാഹിതനാണ്. പ്രതികൾ കുറ്റം സമ്മതിച്ചതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ ഉച്ചയോടെ ഇരുവരെയും സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ശനിയാഴ്ച വൈകിട്ട് 4:30 വീട്ടിൽ തങ്കമണിയും സന്ധ്യയും തമ്മിൽ വഴക്കിട്ടതിനെ തുടർന്ന് സന്ധ്യ അമ്മയെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളിയിട്ടുവെന്നും തലയിടിച്ച് വീണാണ് തങ്കമണി മരിച്ചതെന്നും പോലീസ് പറഞ്ഞു. നിലത്ത് കിടന്ന അമ്മയെ സന്ധ്യ തന്നെയാണ് കട്ടിലിലേക്ക് എടുത്തു കിടത്തിയത്. പിന്നീട് നിതിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരും ചേർന്ന് തങ്കമണിയെ അവരുടെ മുറിയിലേക്ക് മാറ്റി കിടത്തുകയും ചെയ്തു. തങ്കമണിയുടെ മാല പൊട്ടിച്ചെടുത്ത് അതിന്റെ പകുതി സന്ധ്യ നിതിനെ പണയം വെക്കാൻ നൽകി. സംഭവത്തിന് ശേഷം സന്ധ്യ വൈകിട്ട് ജിമ്മിൽ പോയി രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. ഇതിനിടയിൽ നിതിൻ മുണ്ടൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച് തിരിച്ചെത്തി. ഇരുവരും ചേർന്ന് രാത്രി ഏറെ വൈകി തങ്കമണിയുടെ മൃതദേഹം വീടിന് പിറകിലുള്ള പറമ്പിലേക്ക് വഴിയിൽ കൊണ്ടുവിടുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 6-ന് നിതിൻ തന്നെ നാട്ടുകാരെ വിളിച്ച് തങ്കമണിയുടെ മൃതദേഹം പറമ്പിലെ വഴിയിൽ കിടക്കുന്ന വിവരം അറിയിക്കുകയായിരുന്നു. മുഖത്ത് ചെറിയ മുറിപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംശയം തോന്നിയ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. കാമുകന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി അമ്മയുടെ സ്വർണ്ണാഭരണം കവരാനുള്ള ശ്രമത്തിനിടെ ശനിയാഴ്ച വൈകുന്നേരം മകൾ സന്ധ്യയാണ് കൃത്യം നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തങ്കമണിയുടെ മാല വലിച്ചു പൊട്ടിക്കുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയാണ് മരണകാരണമായത്. തങ്കമണി തലയിടിച്ച് വീണ് മരിച്ചുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. നിതിൻ സന്ധ്യയുടെ അയൽക്കാരനാണ്. ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നും നിതിനെ സാമ്പത്തികമായി സഹായിക്കാൻ സന്ധ്യ അമ്മയുടെ മാല കൈക്കലാക്കാൻ ശ്രമിച്ചത് കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. വിദേശത്തായിരുന്ന നിതിൻ കോവിഡ് സമയത്ത് നാട്ടിലെത്തിയ ശേഷം സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചു. സന്ധ്യയ്ക്ക് ഭർത്താവും 2 മക്കളുമുണ്ട്. ചോദ്യം ചെയ്യലിൽ ആദ്യം കുറ്റം ചെയ്ത കാര്യം സന്ധ്യ നിഷേധിച്ചെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. നിതിന് പലതവണ സന്ധ്യ പണം നൽകിയ കാര്യം പോലീസ് ഫോണിൽ നിന്നും കണ്ടെത്തി. ഇരുവരും തമ്മിൽ പലതവണ ഫോൺ ചെയ്തതിന്റെ വിവരങ്ങളും കണ്ടെത്തി. ശബരിമല യാത്രയിലായിരുന്നു നിതിൻ. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തെക്കുറിച്ച് ഇയാൾ അയൽവാസികളോട് പലതവണ ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു. ഈ വിവരം കൂടി ലഭിച്ചതോടെയാണ് നിതിനും അന്വേഷണത്തിന്റെ പരിധിയിലെത്തിയത്.